ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കൊക്കെ പറ്റിയ അല്ലാത്തവർക്കും സാലഡ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ കാബൂളി കടല അല്ലെങ്കിൽ ചെനക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കടല വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു സിറ്റാ വേൾഡ്. അപ്പം നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമ്മുടെ കാബൂളി കടല അല്ലെങ്കിൽ ചെനക്കടല അല്ലെങ്കിൽ വെള്ളക്കടല എന്നൊക്കെ പറഞ്ഞ കടല ഞാനൊരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഒരു ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഒരു കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ഇതിലേക്ക് ഒരു കുക്കുംബർ. നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്തൊക്കെ ചേർക്കണം അതൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഉള്ളിത്തൂമ്പുണ്ടല്ലോ, നമ്മുടെ ഉള്ളി, അതിൻ്റെ തൂമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് തക്കാളി നിങ്ങൾക്ക് കുരു ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുരു ഒഴിവാക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള കുരുമുളക് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഞാൻ 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ എടുക്കാം കേട്ടോ അതിന് പകരം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കടലൊക്കെ വേവിക്കും, നമുക്കെല്ലാം അതുകൂടി മിക്സ് ചെയ്തത് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞങ്ങൾ എടുത്ത് വെച്ച ഒരു കപ്പ്, 1.5 കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാനിവിടെ കടല എടുത്തിട്ടുണ്ട്. ഇവിടെ കടല എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കക്കരി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഉള്ളിത്തൂമ്പ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാബേജ് ചേർക്കും ക്യാബേജ് ചേർക്കാം, അങ്ങനെ എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്കും ചെയ്യണേ. അപ്പോൾ അതാണ് ഞങ്ങളുടെ മല്ലിച്ചപ്പ്, വലിയ ഉള്ളി, തക്കാളി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കാദ്യം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് ഈ സാലഡൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാലഡാണ് കേട്ടോ. സാലഡ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാലഡാണ്. നിങ്ങൾക്ക് ഈ ചനക്കടലക്ക് പകരം നിങ്ങൾക്ക് ചെറുപയർ വേവിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. നമ്മുടെ ചെറുപയർ മുളപ്പിച്ച ചെറുപയറുണ്ടല്ലോ, അതൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ നാരങ്ങ നീരും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കടല നിങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേണം കേട്ടോ വേവിച്ച് എടുക്കാൻ. നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഇതാണ് കടലേനെ നമ്മളത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പുളി നിങ്ങൾക്ക് കൂട്ടണം കുറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. നിങ്ങൾ നാരങ്ങ നീര് തന്നെ ഉപയോഗിക്കാം നോക്കണം കേട്ടോ. വിനാഗിരി യൂസ് ചെയ്യരുത്. വിനാഗിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് വരും. നാരങ്ങ നീരും സൺഫ്ലവറും നമ്മുടെ ഉപ്പും കുരുമുളകും ചേർത്താൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കുരുമുളകിന് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാലഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് സ്വീറ്റ് കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.